മഴത്തോരു മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയുടെ കാര്യം അറിഞ്ഞിട്ട് സ്റ്റാൻലിയുടെ അനിയന്മാരായ റോബിക്കും ആൽവിക്കും വളരെയധികം ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നടക്കും? വികാരി അച്ഛനും അതുപോലെ തന്നെ പാർട്ടിക്കാരും എല്ലാവരും ഇത് അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഏകദേശം ഒരുവിധം ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട ആളുകളും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ മോശത്തരമാണ്. അതിനു മുമ്പേ ആ പെൺകുട്ടിയെ ചെന്ന് കണ്ടിട്ട് അതുപോലെ ഏട്ടനെയും കണ്ടിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് അറിയണം. നാട്ടുകാരൊക്കെ അറിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ട് ഒന്ന് നമുക്ക് ഭയപ്പെടുത്തിയേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ റോബിയും ആൽബിയും ചേർന്ന് സ്റ്റാൻലിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തുകയാണ്. എത്തിയ സമയത്ത് നമ്മുടെ അലീന മുറ്റത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെടികളൊക്കെ നനയ്ക്കുകയും ചെടികളുടെ കാര്യമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നേരെ ചെന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, ആരാ, എന്താ വേണ്ടത്, കേണൽ സാറിനെ കാണാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളോട് ആരാന്ന് ചോദിക്കാൻ നീ ആരെടി, ഇത് ഞങ്ങളുടെ ഏട്ടൻ്റെ വീടാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പം ഏകദേശം ആരാണ് എന്നുള്ളത് അലീനയ്ക്ക് പിടികിട്ടി കഴിഞ്ഞു. അപ്പോൾ സോറി, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ്, എനിക്കറിയത്തില്ലല്ലോ, ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ, അതാ ചോദിച്ചത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നിന്നോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾക്കൊക്കെ മാനക്കേട് ഉണ്ടാക്കാനാണോ? ഞങ്ങൾക്ക് നാട്ടിൽ തലകുനിച്ച് നടക്കേണ്ട അവസ്ഥയാണ് നീ കാരണം വരുത്തി വെച്ചിരിക്കുന്നത്. എവിടെയെങ്കിലും പോയിട്ട് അങ്ങ് ജീവിച്ചാൽ പോരായിരുന്നോ? എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് സ്റ്റാൻലി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എന്താ ഇവിടെ, എന്താ ബഹളം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല, നാട്ടുകാരുടെ മുമ്പിൽ തലകുനിച്ച് നടക്കേണ്ട അവസ്ഥയാണ്. അക്കാര്യത്തെക്കുറിച്ച് ഇവളോടൊന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഏട്ടൻ എന്ത് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇനിയിപ്പോൾ പള്ളി സഭകളിലും വികാരിയച്ഛനും അതുപോലെ പാർട്ടിക്കാരും ഒക്കെ അറിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം ചിന്തിച്ചിട്ടാണ് ഞാൻ ഇവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ ഇവിടെ നിർത്തുമ്പോൾ എന്തായാലും ആളുകൾ പറയുമല്ലോ, സംസാരിക്കുമല്ലോ, ചോദിക്കുമല്ലോ, അതൊക്കെ മുൻകൂട്ടി ധാരണയുണ്ട് എനിക്ക്. അതെനിക്കാരും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഏട്ടൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ല, ഞങ്ങളുടേതും കൂടെ ചിന്തിക്കേണ്ടേ? ഞങ്ങൾക്ക് ആളുകളുടെ മുമ്പിൽ എങ്ങനെ തലകുനിച്ച് നടക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഞങ്ങൾ ചെയ്ത തെറ്റിനൊന്നുമല്ലല്ലോ, ഏട്ടൻ ചെയ്ത ഓരോ കാര്യത്തിനല്ലേ. അതുകൊണ്ട് ഇതൊന്നും നടക്കത്തില്ല, ഇവളെ എന്തായാലും നമ്മൾ കുടുംബത്തിലുള്ള ഒരു അംഗമാക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അതൊക്കെ പറയാൻ നിങ്ങളാരാണ്? ഇത് എൻ്റെ തീരുമാനമാണ്, സ്റ്റാൻലിയുടെ വീട്ടിൽ സ്റ്റാൻലിയുടെ തീരുമാനമാണ് നടക്കുക. ഇനി കൂടുതലൊന്നും പ്രസംഗിക്കാനൊന്നും നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകാൻ നോക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീനയുടെ നേരെ കഴിച്ചുകൊണ്ട് നമ്മുടെ ആൽവി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടി നീ കാരണമാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായത്. സമാധാനത്തോടു കൂടെ പോയിട്ടുള്ള ഒരു കുടുംബമായിരുന്നു, അത് നീ കാരണം നശിച്ചു. ഇറങ്ങിപ്പോവാൻ നോക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയെ പിടിച്ച് ഉന്തുകയാണ്. പക്ഷെ അതൊട്ടും സ്റ്റാൻലിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആൽവി എന്ന് വിളിച്ചിട്ട് ആൽവിയുടെ മുഖത്ത് അടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീന തടുത്ത് വെച്ചിട്ട്, എന്നെ ചൊല്ലി ആരും തർക്കം വേണ്ട, ഞാൻ എല്ലാ കാര്യവും അച്ഛൻ പപ്പ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്തും നേരിടാൻ പപ്പയ്ക്ക് കഴിവുണ്ടല്ലോ, പപ്പ അത് നേരിടാമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? പപ്പ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോകുമെന്നുള്ള ഉറപ്പാണ്. പക്ഷെ പപ്പ പറഞ്ഞാൽ മാത്രമേ ഞാൻ പോവുകയുള്ളൂ, അല്ലാതെ ഞാൻ പോവില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അലീന അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, കേട്ടല്ലോ, അവളോട് ഞാൻ പറഞ്ഞാലേ അവൾ പോവത്തുള്ളൂ, പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ മകളോട് ഇവിടുന്ന് പോവാൻ പറയത്തില്ല. അവളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ സ്റ്റാൻലിയുടെ കൂടെ അവളും ഉണ്ടാകും ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അകത്തോട്ട് കയറി പോവുകയാണ്. അങ്ങനെ വന്ന കാര്യം നടക്കാതെ നിരാശപ്പെട്ട് മടങ്ങി പോവുകയാണ് ആൽവിയും റോബിയും.